എല്ലാവർക്കും നമസ്കാരം. SLC 2026 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ, അസർട്ടണും റീസണും ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് when sunlight is allowed to pass through prism, the deviation taking place is not the same for all the colors. സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ സംഭവിക്കുന്ന ദിശാവ്യതിയാനം എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, ഈ ഒരു അസർട്ടൺ ആണ്, ശരിയാണ്. അതിന്റെ റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ ഈച്ച് കളർ അറ്റ് ദ ടു സൈഡ്സ് ഓഫ് ദ പ്രിസം വിൽ ബി ഡിഫറെന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അതായത് ഓരോ വർണ്ണത്തിനും പ്രിസത്തിന്റെ വശങ്ങളിൽ വെച്ചുണ്ടാകുന്ന വ്യതിയാനത്തിന്റെ തോത് എങ്ങനെയാണ്? പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും ഇല്ലേ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറക്റ്റ് ആണ്. അപ്പം അസർട്ടണും റീസണും ഇല്ല, പ്രസ്താവനയും കാരണവും എങ്ങനെയാണ്? കറക്റ്റ് തന്നെയാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് അസർട്ടൺ ശരിയാണ്, റീസണും ശരിയാണ്. എ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി ഇൻകറക്റ്റ്, അതല്ല രണ്ടും ശരിയാണ്. അപ്പൊ രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ നോക്കുക കേട്ടോ. അതാ നോക്കിയേ, സി നോക്കിയേ, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ ഇല്ലേ? രണ്ട് എയും ആറും അസർട്ടണും റീസണും ശരിയാണ്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസർട്ടന്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പം സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ കേട്ടോ. സി ആണ് വരുന്നത്, ബാക്കിയൊന്നും വരില്ല. സി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. A transformer has 200 turns in the primary and 1000 turns in the secondary. The voltage induced in one turn in the secondary is 0.5 volt എന്നും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ, അതായത് NP എന്ന് പറഞ്ഞിരിക്കുന്ന 200 ടേൺസ് ആണ്. അതുപോലെ തന്നെ NS എന്ന് പറഞ്ഞിരിക്കുന്ന 1000 ടേൺസും ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ടേണിന്റെ കേട്ടോ, ഒരു ടേൺ അതിന്റെ വോൾട്ടേജ് ആണ് പറഞ്ഞത് 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടേണിന്റെ വോൾട്ടേജ് ആണ് പറഞ്ഞത്, അത് പ്രത്യേകം ഓർത്താണ് കേട്ടോ. അപ്പൊ ഒരു ടേണിന്റെ വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് എന്തുമാത്രമാണ് സെക്കൻഡറിയിലത്തെ പ്രൈമറിയിലത്തെ വോൾട്ടേജ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പ്രൈമറിയിലത്തെ 200 ടേൺസ് ഉണ്ട് ഇല്ലേ? അപ്പം ഒരു ടേൺ അതാണ് 0.5 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പൊ എത്രയായിരിക്കും പ്രൈമറിയിലത്തെ വോൾട്ടേജ്? എത്രയായിരിക്കും വരുന്നത്? അതായത് VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 100 വരുമല്ലേ? 100 വോൾട്ട് വരികയല്ല, കാരണം 200 ഇൻറ്റു ഒരു ടേൺ എന്ന് വെച്ചാൽ 0.5 ആണ്. അപ്പം 100 വരും. അതുപോലെ തന്നെ സെക്കൻഡറിയിലത്തെ വോൾട്ട് എത്ര വരും? ഒരു ടേൺ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1000 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 500 അല്ലേ? 500 ആണ്, 500 വോൾട്ട് ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പ്രൈമറിയിലത്തെ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് ക്ലിയർ ആയി. അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണിത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ? അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പം ഓപ്ഷൻസ് നോക്കി ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. VP ഇല്ലേ? VP 100 വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ വരുമോ? ഇല്ല, സ്റ്റെപ്പ് ഡൗൺ വരികയല്ല. VP 100 വരുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ് ആണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. VS 500 വരുന്നുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. തന്നെ അടുത്ത നോക്കിയാൽ VP 500 സ്റ്റെപ്പ് ഡൗൺ വരികയില്ല, സ്റ്റെപ്പ് അപ്പ് തന്നെയാണ് വരുന്നത്. VPയിൽ 100 വരും. അപ്പോൾ ഓപ്ഷൻ അതാണ് 2 ആണ് കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ്. അപ്പൊ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 2 ഓൺലി. 2 ഓൺലി കേട്ടോ. അപ്പം A ആണ് കേട്ടോ. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു ഇച്ചിരി ചുറ്റിത്തിരിഞ്ഞുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മനസ്സിലാക്കുക ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക. നമ്പർ ഓഫ് ടേൺസിന്റെ ബേസിലാണ് ഇവിടെ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ചത് ഇല്ലേ? അല്ലെങ്കിൽ ഒരു ടേണിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത് ബേസിലാണ് നമ്മളിവിടെ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് കോളം A വിത്ത് കോളം B കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കുക ഏതൊക്കെയാണ്? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ ഇത് വരും. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ജൂൾ ഹീറ്റിംഗിന് മറ്റൊരു പേരാണ് ഓം ഹീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് വരുന്നത് കേട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. അപ്പൊ ഇതാണ് വരുന്നത്. ഹീറ്റിംഗ് എലമെന്റ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് വരുന്നത്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 2 വരും അല്ലേ? അപ്പോൾ നോക്കുക, ഒന്നാമത്തെ 2 വരുന്നത് നോക്കുക. ഏതാണ് ഒന്നാമത്തെ 2 വരുന്നത്? ഇതും ഉണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ ഇവിടെ 4 വരുന്നുണ്ട്. രണ്ടാമത്തെ 4 വരുന്നത് ഇതും ഇവിടെയും വരുന്നുണ്ട്. അത് നോക്കാം. മൂന്നാമത്തെ വരുന്നത് 1 ആണ്. മൂന്നാമത്തെ 1 വരണം. മൂന്നാമത്തെ 1 വരുന്നത് ഇതാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? D ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. D ആണ് ഇവിടുത്തെ ആൻസർ. നാലാമത്തെ നോക്കാം. നാലാമത്തെ വരുന്നത് 3. നാലാമത്തെ 3 വരുന്നുണ്ട്. ഇനി റിഗാർഡിംഗ് ദ കറന്റ് ക്യാരിങ് സോളിനോഡ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. കറന്റ് ക്യാരിങ് സോളിനോഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വെൻ കറന്റ് ഇൻക്രീസസ്. കറന്റ് വർദ്ധിപ്പിക്കുമ്പോൾ കാന്തിക ശക്തി എങ്ങനെയാണ്? വർദ്ധിക്കുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഇനി when the number of turns per unit length increases, total flux increases. അതായത് യൂണിറ്റ് നീളത്തിലുള്ള ചാലകചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആകെ കാന്തിക ഫ്ലക്സ് എങ്ങനെയാണ്?
കാന്തിക ഫ്ലക്സും അവിടെ വർദ്ധിപ്പിക്കുന്നു. അതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് ക്യാരിയിങ് കോൺസ്റ്റന്റ് കറന്റ് ഇൻക്രീസസ്, ദ ഫ്ലക്സ് ത്രൂ സിംഗിൾ ടേൺ ഓഫ് കോയിൽ ഇൻക്രീസസ്. നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള സോളിനോയിഡിൽ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വലയ മുഖേനയുള്ള കാന്തിക ഫ്ലക്സ് ഇങ്ങനെയാണ് വർദ്ധിക്കുന്നത്. അങ്ങനെയാണോ? ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു വലയ മുഖേനയുള്ള കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വലയത്തിന് എങ്ങനെയാണ് പർട്ടിക്കുലർ കാന്തിക ഫ്ലക്സ് ആണുള്ളത്. അപ്പൊ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതനുസരിച്ചിട്ടാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി വെൻ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ആസ് കോർ, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. സോഫ്റ്റ് അയൺ ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് എങ്ങനെയാണ്? കൂടുന്നു. ഇല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഇത് കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 4 കേട്ടോ. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നു. 1, 2, 4. ഓപ്ഷൻ സി ഉണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, സെക്ഷൻ ബി ആണ് കേട്ടോ. ദ സൗണ്ട് ഓഫ് എ പേഴ്സൺ ക്ലാപ്പിംഗ് അറ്റ് എ പോയിന്റ് എക്സ് ടേക്സ് 0.02 സെക്കൻഡ് ടു റീച്ച് ദ വോൾ എ. അതായത് ഇവിടെ ക്ലാപ്പ് ചെയ്യുവാണ് കേട്ടോ. ആ ക്ലാപ്പ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ക്ലാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? അത് വോളിലേക്ക് എത്താൻ വേണ്ടി, വോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്, അവിടെ എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.2 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൗ ഫാർ ഈസ് ദ വോൾ എ ഫ്രം എക്സ്. വോൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എക്സിൽ നിന്നും എന്തുമാത്രം അകലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ സൗണ്ടിലെ സ്പീഡ് 350 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമേ അതാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണ്ടേ. ഇവിടെ സമയം തന്നിട്ടുണ്ട്. സമയം എന്ന് വെച്ചാൽ 0.02 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പിന്നെ എന്താണ് ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുണ്ടല്ലേ? v = 350 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡ് v = d/t എന്നല്ല ഇക്വേഷൻ. അത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് v × t വെച്ചിട്ട്. v എത്രയാണ്? 350 ആണ്. സമയം 0.02 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടുന്നത് 7 എന്ന് വരും കേട്ടോ. 7 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 7 മീറ്റർ എന്ന് കിട്ടി. ഇനി can this person standing at x hear the echo produced by the reflection from the wall a after hearing the initial sound? Why? അതായത് എക്സിലാണ് ഇയാൾ നിൽക്കുന്നത്. എക്സിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം എയിൽ തട്ടി ഉണ്ടാകുന്ന പ്രതിധ്വനി കേൾക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന് കാരണം എന്താണ്? നോ എന്ന് പറയാം. കാരണം എന്താണ്? എക്കോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 17 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പം നോ എന്ന് പറയാം. റീസൺ എന്താണ്? ടു ഹിയർ ആൻ എക്കോ കേട്ടോ. പറയട്ടോ, ടു ഹിയർ ആൻ എക്കോ. എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ദി മിനിമം ഡിസ്റ്റൻസ് അല്ലേ? ദ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? മിനിമം ഡിസ്റ്റൻസ് ഷുഡ് ബി എത്രയാണ്? 17 ഇല്ലേ? മിനിമം ഡിസ്റ്റൻസ് ഷുഡ് ബി 17 മീറ്റർ അല്ലേ? മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 17 മീറ്റർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, 6th വൺ. ഇൻ എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ടു ബൈ സ്പെക്ടക്കിൾസ് -4D ഈസ് ഇൻഡിക്കേറ്റഡ്. ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ എഴുതിയിരിക്കുന്ന -4D എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കണ്ണാടിയുടെ ഇതാണ്. ഡി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, പവർ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ടു ബി യൂസ്ഡ് ഇൻ ദ സ്പെക്ടക്കിൾസ്. ഈ സ്പെക്ടക്കിൾസിൽ അല്ലെങ്കിൽ കണ്ണടയിൽ ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ലെൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. മൈനസ് വാല്യൂ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ മൈനസ് വാല്യൂ വരുവാണെങ്കിൽ ഏത് തരത്തിലുള്ള ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് അല്ലേ? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫോക്കസ് ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? പവർ തന്നിട്ടുണ്ടല്ലേ? പവർ എത്രയാണ്? മൈനസ് അല്ലേ? -4D എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ എങ്ങനെയാണ്? പവർ ഈസ് ഈക്വൽ ടു 1/f എന്നാണ് അല്ലേ? അപ്പം f ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 1/p ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, മൈനസ് പവർ മൈനസ് വാല്യൂ ആണ് വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? -0.25 എന്ന് വരും കേട്ടോ. 0.25 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടി? -0.25 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ ബി പാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. The power of a lens is related to the ability to converge or diverge light rays incident on it. Calculate the power of a concave lens of focal length 50 cm. ഒരു ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ സംവദിക്കാനോ വിഭജിക്കാനോ ഉള്ള കഴിവാണ് അതിന്റെ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇല്ലേ? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ. ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്, ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട്, 50 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്താണ്?
പവർ സെന്റിമീറ്ററിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇല്ലേ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? 0.5 മീറ്റർ എന്ന് വരും. ഡിവൈഡ് ബൈ 100 ചെയ്യുക കേട്ടോ, ഡിവൈഡ് ബൈ 100 ആണ് ചെയ്യുന്നത്. അപ്പം 0.5 മീറ്റർ എന്ന് വരും. ഇനി വേറെ കാര്യമാണ് പറയുന്നത്, കോൺകേവ് ലെൻസിന്റെ കേസിലാണ്. അപ്പൊ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഓർത്താണ് കേട്ടോ, മൈനസ് വാല്യൂ വരും. അപ്പൊ അതും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തേക്കണം കേട്ടോ, മൈനസ് എന്ന് എഴുതുക. അപ്പൊ ഫോക്കൽ ലെങ്ത് മൈനസ് ആണ് വരുന്നത്. അതൊക്കെ പ്രത്യേകമായിട്ട് ഓർത്താണ് കേട്ടോ. അപ്പൊ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ലെൻസ് ആണെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പവർ കണ്ടുപിടിക്കാമല്ലോ. P is equal to 1/f ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.5 ഇല്ലേ, 1/0.5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വാല്യൂ കൂടെ ഉണ്ട് കേട്ടോ, മൈനസ് വാല്യൂ ഉണ്ട്. അപ്പം എന്താണ് വരുന്നത്? -2 എന്ന് വരും, -2d ഇല്ല. അപ്പൊ പവർ എത്രയാണ് വരുന്നത്? പവർ P is equal to -2d എന്ന് വരും. അപ്പൊ നെഗറ്റീവ് വാല്യൂ അത് പ്രത്യേകം ചുമ്മാ എഴുതി വെക്കല്ലേ, നെഗറ്റീവ് വാല്യൂ ശ്രദ്ധിച്ചോണം. അപ്പൊ മാർക്ക് പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വാല്യൂ അതൊക്കെ എഴുതി നോക്കിയിട്ട് വേണം എഴുതാൻ, ഏത് ലെൻസ് ആണെന്ന് നോക്കിയിട്ടൊക്കെ വേണം എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the main problem faced while transmitting electricity over long distance using conducting wires? How can this problem be solved? പവർ സ്റ്റേഷനിൽ നിന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് ചാലക കമ്പികളിലൂടെ വൈദ്യുതി എത്തിക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വർഷങ്ങളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എന്താണ് പ്രധാന പ്രശ്നം? ഇത് പരിഹരിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ. ദൂര സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹീറ്റ് വഴി ഇല്ലേ, ഹീറ്റ് ലോസ് വഴി എന്നാണ് എനർജി ലോസ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്നാണ് റെസിസ്റ്റിവിറ്റി കുറഞ്ഞത്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റൽ വയേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പവറിൽ വേരിയേഷൻ ഒന്നും വരുത്താതെ വോൾട്ടേജ് ഇല്ലേ, വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. When electricity transmitted to distant places through a conducting wire, energy is lost in the form of heat as per Joule's law. This leads to power loss and voltage drop. Transmission of electricity to distant places is done at a high voltage using step-up transformer used to reduce transmission loss. അതുപോലെ തന്നെ use suitable metal wires with low resistivity, increase voltage and decrease current without changing power കേട്ടോ. അപ്പൊ ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് എനർജി ലോസ് അവിടെ സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The diameter of a pulley is 10 centimeter. When it is used as a fixed pulley, what will be its mechanical advantage? ഒരു കപ്പി ഉണ്ട് കേട്ടോ, ഒരു പുള്ളിയുടെ വ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഉറപ്പിച്ച കപ്പിയായി ഉപയോഗിക്കുമ്പോൾ യാന്ത്രിക ലാഭം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താണ് ഒരു ഉറപ്പിച്ച കപ്പിയാക്കി ഉപയോഗിക്കുക. അപ്പോൾ അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ് വരുന്നത്? അപ്പൊ എത്രയാണ് വരുന്നത്? അതിന്റെ ആൻസർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വന്നിരിക്കുന്നത്? 1 ആയിരിക്കുമല്ലോ വരുന്നത് അല്ലെ, പുള്ളിയുടെ കേസിൽ വരുന്നത്. അപ്പൊ 1 ആയിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വരുന്നത്. ഇനി ഈ കപ്പിയെ ചലിക്കുന്ന കപ്പിയായി പ്രയോഗിച്ച രോധഭുജം എത്രയായിരിക്കും? എന്ന ഭുജം. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൂവബിൾ പുള്ളി. ഇതിനൊരു മൂവബിൾ പുള്ളി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഡാം എത്രയായിരിക്കും, അതുപോലെ തന്നെ എഫേർട്ടാം എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുക, ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് വരും? ലോഡാം. അതിനെ നമ്മൾ എന്താണ് ഒരു മൂവബിൾ പുള്ളിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ആ പുള്ളിയുടെ റേഡിയസ് ആയിട്ട് വരും അല്ലേ. ലോഡാം എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ് ഓഫ് പുള്ളി ആയിരിക്കും, റേഡിയസ് ഓഫ് പുള്ളി ആയിരിക്കും ലോഡാം എന്ന് പറഞ്ഞാൽ. അപ്പം റേഡിയസ് ഓഫ് പുള്ളി എത്ര വരും? ഡയമീറ്റർ 10 ആണ്. അപ്പൊ റേഡിയസ് എത്രയാണ് വരുന്നത്? 5 വരും, 5 സെന്റിമീറ്റർ വരും. മനസ്സിലായല്ലോ. ഇനി എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് വരും? എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് വരും? ആ കപ്പിയുടെ അല്ലെങ്കിൽ പുള്ളിയുടെ ഡയമീറ്റർ തന്നെയായിരിക്കും എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയമീറ്റർ ഓഫ് ദ പുള്ളി എന്ന് പറയാം കേട്ടോ. ഡയമീറ്റർ ഓഫ് ദ പുള്ളി, അതാണ് അവിടുത്തെ എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എത്രയായിരിക്കും വരുന്നത്? 10 സെന്റിമീറ്റർ. ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ AB ഈസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ് AB എന്നാണ്. അപ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ AB. അപ്പം ABയിൽ കൂടിയുള്ള ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളേതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതാ ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് പോകുന്നത്, ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ കറന്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ തമ്പ് എങ്ങോട്ടായിരിക്കും? തമ്പ് ദാ ഈ രീതിയിലായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പം കറന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? B2A. കറന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ B2A ആയിരിക്കും. വിച്ച് റൂൾ ഹെൽപ്ഡ് യു ടു ഫൈൻഡ് ദിസ്? സ്റ്റേറ്റ് ദ റൂൾ. ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതുക കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റും എഴുതുക.
അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെന്റ് എഴുതണം, അതുപോലെ തന്നെ റൂൾ ഏതാണെന്ന് എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ടാണ് കേട്ടോ. വെൻ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കണ്ടക്ടർ എ ബി കേട്ടോ, എ ബി എന്ന് പറഞ്ഞിരിക്കുന്നതിന് വഴി കറന്റ് ഫ്ലോ ചെയ്യുന്നു കേട്ടോ. The direction of deflected north poles of compasses placed on the cardboard was observed in anti-clockwise direction. അതായത് എ ബി എന്ന ചാലകത്തിലൂടെ കറന്റ് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർഡ്ബോർഡിൽ എന്താണ് ഇവിടെ വെച്ചിട്ടുണ്ട്, കോമ്പസ് വെച്ചിട്ടുണ്ട്. അപ്പം കോമ്പസിന്റെ നോർത്ത് പോൾ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കണ്ടു, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ് ഡിഫ്ലക്ഷൻ, അതായത് ഇങ്ങോട്ടുള്ള രീതിയിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഡിഫ്ലക്ഷൻ കണ്ടു. വാട്ട് ഈസ് എ ഡയറക്ഷൻ ഓഫ് കറന്റ് എന്നാണ് ചോദിക്കുന്നത്. കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അത് ഇങ്ങനെയാണ് പോകുന്നത്, ഇതാ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, എയിൽ നിന്ന് ബിയിലേക്കല്ലേ, അതാ ഈ രീതിയിലായിരിക്കുമല്ലോ കറണ്ട് പോകുന്നത് അല്ലേ. കറന്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എയിൽ നിന്നും ബിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, എയിൽ നിന്നും ബിയിലേക്കായിരിക്കും കറന്റ് ഡയറക്ഷൻ, എ ടു ബി കേട്ടോ, എ ടു ബി എന്ന് എഴുതാം കേട്ടോ, എ ടു ബി ആയിരിക്കും. വൈ ഡു ദ മാഗ്നറ്റിക് നീഡ് ഡിഫ്ലക്സ് വെൻ കറന്റ് പാസസ് ത്രൂ എ ബി. അപ്പൊ കറന്റ് എ ബിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ ചാലകത്തിന് ചുറ്റും എന്താണ് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ദ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിലിന് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള കാരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 200 വോൾട്ട് പ്രൊഡ്യൂസസ് 12,000 ജൂൾ ഹീറ്റ് ഇൻ 1 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി അപ്ലയൻസസ്. 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ഉപകരണം, താപന ഉപകരണമാണ്. 1 മിനിറ്റ് സമയം കൊണ്ട് 12,000 ജൂള് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിന്റെ പ്രതിരോധം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 അല്ലേ, 200 തന്നിട്ടുണ്ട്. ദെൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എച്ച് തന്നിട്ടുണ്ട് 12,000 അല്ലേ, 12,000 ജൂളാണ്. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 60 സെക്കൻഡ് അല്ലേ. അപ്പൊ എന്താണ്, റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ വി ഉണ്ട്, പിന്നെന്താണ് എച്ച് ഉണ്ട്, ടിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ മേലെ ആറ് കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം, ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു ടി. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബി എന്ന് വെച്ചാൽ 200 ആണല്ലേ, അപ്പൊ 200 ഇൻറ്റു 200 ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ 60 വരും. ഹീറ്റ് എത്രയാണ് വരുന്നത്, 12,000 വരും. ഓക്കെ ആണല്ലോ. ക്യാൻസൽ ചെയ്യാം കേട്ടോ, ഇവിടെ പറ്റുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്താ ഇത് പോയി 12 ഇല്ലേ, 12 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും, ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ മിച്ചം എത്രയാണ് വരുന്നത്, 200 അല്ലേ, 200 തന്നെ വരും. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഓം വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The near point of the eye of a child is 34 centimeter. ഒരു കുട്ടിയുടെ നിയർ പോയിന്റ് എന്ന് വെച്ചാൽ 34 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട്സ് ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓർക്കേണ്ട കാര്യം നിയർ പോയിന്റ് ആണ്. നിയർ പോയിന്റ് 34 സെന്റിമീറ്റർ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഏത് ഡിഫക്റ്റ് ആയിരിക്കും, ലോങ് സൈഡ്നെസ് ആയിരിക്കും ഇല്ലേ, ലോങ് സൈഡ്നെസ് ആയിരിക്കും ഇല്ലേ. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഐബോളിന്റെ ലെങ്ത് കേട്ടോ. ഐബോളിന്റെ ലെങ്ത് ഒന്നുകിൽ ഐബോളിന്റെ ലെങ്ത് കുറവായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എന്താണ് പവർ, ലെൻസിന്റെ പവർ ഇല്ലേ, ലെൻസിന്റെ പവർ കുറവായിരിക്കാം കേട്ടോ. പവർ ഓഫ് എ ലെൻസ്, ഇത് രണ്ടും എങ്ങനെയായിരിക്കാം, പവർ ഓഫ് ലെൻസ് കേട്ടോ, അത് രണ്ടും എങ്ങനെയാണ് കുറവായിരിക്കാം. മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, നമ്മൾ ലോങ് സൈഡ്നെസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കേട്ടോ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. നോക്കിയേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിക്രീസ്ഡ് ഐബോൾ ലെങ്ത്, ഡിക്രീസ്ഡ് പവർ ഓഫ് ലെൻസ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. നേത്രഗോളത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കുറവാണ്, അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ദീർഘദൃഷ്ടി ഇല്ലേ, ലോങ് സൈഡ്നെസ് ആണ് അഥവാ ഹൈപ്പർമെട്രോപ്പിയെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ സി ആണ് കേട്ടോ. When a candle flame is placed near a lens, a magnified and erect image could be viewed through the lens. Is this image real or virtual? Can the same lens be used to form an image having equal size of the object? Prove with the help of a ray diagram. ഒരു ലെൻസിന്റെ സമീപം ഒരു മെഴുകുതിരി നാളത്തിന്റെ വലുതും നിവർന്നതുമായിട്ടൊരു പ്രതിബിംബം ലെൻസിലൂടെ കാണാൻ സാധിച്ചു. ഈ പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെഴുകുതിരിനാളാണ് അതിന്റെ വലുതും നിവർന്നതും ഇല്ലേ, അതായത് മാഗ്നിഫൈഡ് ആണ് നിവർന്നത് ഇല്ല, നിവർന്നതുമായിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടിയത്. അപ്പം അത് മിഥിയാണോ അല്ലെങ്കിൽ എന്താണ് റിയൽ ആണോ വെർച്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓർക്കോട്ടെ, മാഗ്നിഫൈഡ് ലെൻസിന്റെ കേസിൽ മാഗ്നിഫൈഡ് അതാണ് പോയിന്റ് കേട്ടോ, മാഗ്നിഫൈഡ് ആണ്, വലുതാണ്, അതുപോലെ നിവർന്ന് കിട്ടണം. നിവർന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ അതെങ്ങനത്തെ ഇമേജ് ആയിരിക്കും വരുന്നത്? വെർച്വൽ ഇമേജ് ആയിരിക്കും ഇല്ലേ, വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഇമേജ് എങ്ങനെയാണെങ്കിൽ വെർച്വൽ ആണ്, അതായത് മിഥ്യയായിട്ടുള്ള ഇമേജ് ആണ്. ഇനി അടുത്തെന്താണ് ചോദിച്ചിരുന്നത്? ഇതേ ലെൻസ് തന്നെ ഉപയോഗിച്ചിട്ട് വസ്തുവിന്റെ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കുമോ? വസ്തുവിന്റെ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം, വസ്തുവിന്റെ അത് ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള പ്രതിബിംബം, അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബം കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? കിട്ടുമോ? കിട്ടും. എവിടെയാണ്, എവിടെ വെക്കുമ്പോഴാണ്? നമുക്കറിയാമല്ലേ, 2F അല്ലേ, 2Fൽ ഒബ്ജക്റ്റ് 2Fൽ ഇരിക്കുമ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? 2Fലായിരിക്കും കിട്ടുന്നത്. ദെൻ ആ ഇമേജ് എങ്ങനെയായിരിക്കും? സെയിം സൈസും ആയിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ ഒരു റേ ഡയഗ്രം വരയ്ക്കാനുമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ വരും കേട്ടോ ചിത്രം. എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടും, ലഭിക്കും. എവിടെയാണ്? 2Fൽ. എഫ് ഇവിടെ 2Fൽ അല്ലേ, 2Fൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോഴാണ് 2Fൽ തന്നെ ഇമേജ് കിട്ടും. അത് എങ്ങനെയായിരിക്കും? സെയിം സൈസും ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്? പ്രകാശത്തിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ചുവപ്പ് അല്ലേ, റെഡ്. ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ്? റെഡ് ഇല്ലേ, റെഡ് ഉണ്ട്, ബ്ലൂ ഇല്ലേ, റെഡ് ബ്ലൂ, പിന്നെന്താണ്? ഗ്രീൻ ഇല്ലേ, റെഡ് ബ്ലൂ ഗ്രീൻ, ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് ഈ 3 കളേഴ്സുകൾ ഉപയോഗിച്ചിട്ട് മറ്റെല്ലാ വർണ്ണങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. നെയിം എനി 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. ഏതെങ്കിലും 2 റെഡ് ബ്ലൂ ഗ്രീൻ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഏതെങ്കിലും എഴുതുക. പിന്നെ വിച്ച് ഈസ് എ സെക്കൻഡറി കളർ ഫോംഡ് വെൻ ദ പ്രൈമറി കളേഴ്സ് യു ഹാവ് റിട്ടൺ ആർ കമ്പൈൻഡ്? വാട്ട് ഇസ് എ കോംപ്ലിമെന്ററി കളർ ഓഫ് ദാറ്റ് സെക്കൻഡറി കളേഴ്സ്? അതായത് ഇപ്പം നമ്മൾ രേഖപ്പെടുത്തിയ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർത്താൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ദ്വിതീയ വർണ്ണത്തിന്റെ പൂരക വർണ്ണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ റെഡും ഗ്രീനും ആണെന്ന് ചോദിച്ചു, റെഡും ഗ്രീനും കൂടെ ചേർത്താൽ എന്താണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, റെഡ് പ്ലസ് ഇല്ലേ, റെഡ് പ്ലസ് ഗ്രീൻ എന്ന് ചേർത്താൽ എന്താണ് ഉണ്ടാകുന്നത്? മഞ്ഞ ഇല്ല, യെല്ലോ ഇല്ല, യെല്ലോ ആണ് ഉണ്ടാകുന്നത്. റെഡും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ യെല്ലോ ആണ് ഉണ്ടാകുന്നത്. അപ്പം ഈ യെല്ലോയോട് കൂടി ഏത് കളറും കൂടെ ചേർത്താലാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്? ഏത് കിട്ടുന്നത്? യെല്ലോയോട് കൊടുത്ത് ബ്ലൂവും കൂടെ ചേർക്കണം ഇല്ല, യെല്ലോയും കൂടെ കൊടുത്ത് ബ്ലൂവും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പം എന്താണ് ഇവിടുത്തെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? ഈ ബ്ലൂ ആണ് ഇവിടുത്തെ കോംപ്ലിമെന്ററി കളർ. മനസ്സിലല്ലോ. അപ്പോൾ ഏതാണ് എടുക്കുന്നത് അതനുസരിച്ച്, ഇപ്പം റെഡും ബ്ലൂ ആണ് എടുക്കുന്നത്, അതനുസരിച്ചിട്ട് വരും. കോംപ്ലിമെന്ററി കളർ ഏതായിട്ട് വരും? ഗ്രീൻ ആയിട്ട് വരും. മനസ്സിലാവുന്നല്ലോ. അപ്പം ആ രീതിയിൽ ആൻസർ എഴുതുക. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ കളേഴ്സ് ഓഫ് ലൈറ്റ് വിച്ച് ക്യാൻ ക്രിയേറ്റ് ഓൾ ദ അതർ കളേർഡ് ലൈറ്റ് ആർ കോൾഡ് പ്രൈമറി കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ കോംപ്ലിമെന്ററി കളർ ഏതാണോ ചേരുന്നത്, ഇപ്പോൾ റെഡും ബ്ലൂ ആണെങ്കിൽ മജന്ത ചേരും, അപ്പോൾ അവിടുത്തെ കോംപ്ലിമെന്ററി കളർ ഗ്രീൻ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഏതാണ് നിങ്ങൾ എഴുതുന്നത് അതനുസരിച്ചിട്ട് എഴുതുക കേട്ടോ. മലയാളം എഴുത്തിലും കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സൺലൈറ്റ് ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ് ഇൻ എ റെഡ് കളേർഡ് ഫ്ലവർ പോട്ട് അപ്പിയർഡ് ഗ്രീൻ ആൻഡ് ദ ഫ്ലവർ അപ്പിയർഡ് യെല്ലോ. അതായത് സൂര്യപ്രകാശത്തിൽ സൺലൈറ്റിൽ ചുവന്ന നിറത്തിലുള്ള പൂച്ചട്ടിയിലെ ചെടികൾ, ചുവന്ന നിറത്തിലുള്ള പൂച്ചട്ടിയാണ്, അവിടുത്തെ ചെടികളുടെ ഇലകൾ എങ്ങനെയാണ്? പച്ച നിറത്തിലും പൂക്കൾ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു സൺലൈറ്റിൽ നോർമൽ കേസിൽ. ഇനി വെൻ ഒബ്സർവ്ഡ് ത്രൂ എ യെല്ലോ ഫിൽറ്റർ, അതൊരു യെല്ലോ ഫിൽറ്റർ കൂടെ നോക്കുമ്പോൾ ഇൻ വിച്ച് കളർ വിൽ ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് അപ്പിയേഴ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നോർമലി നമുക്ക് സൂര്യപ്രകാശത്തിൽ എങ്ങനെയാണ്? ചുവന്ന നിറത്തിലുള്ള പൂച്ചട്ടി എങ്ങനെയാണ്? ചട്ടിയുടെ നിറം എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡ് ആണ് ഇല്ലേ. അതിൽ ചെടിയുടെ ലീഫിന്റെ നിറം എന്ന് വെച്ചാൽ ഗ്രീൻ ആണ്. അതുപോലെ തന്നെ ഫ്ലവർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഫ്ലവർ യെല്ലോ കളറിലുമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മളൊരു യെല്ലോ ഫിൽറ്ററിൽ കൂടെ നോക്കുകയാണ്. ഫിൽറ്റർ എങ്ങനെയാണ്? യെല്ലോ ഫിൽറ്റർ ആണ് ഇല്ല, യെല്ലോ ഫിൽറ്ററിൽ കൂടെ നോക്കുകയാണ്. അപ്പം യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെല്ലോ ഏതൊക്കെ ചേർന്നതാണ്? യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെല്ലോ എന്തൊക്കെ ചേർന്നതാണ്? റെഡും ഗ്രീനും കൂടെ ചേർന്നാണ് യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? ഇലകളും പൂക്കളും ഏത് നിറത്തിൽ കാണപ്പെടുന്നു ചോദിച്ചിരിക്കുന്നത്? ഇലകൾ നോർമലി ഗ്രീൻ നിറത്തിലാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പം ഇലകൾ എങ്ങനെ തന്നെയായിരിക്കും? യെല്ലോയിൽ എന്തുണ്ട്? ഗ്രീൻ ഉണ്ട് ഇല്ല, യെല്ലോയിൽ ഉള്ളതുകൊണ്ട് ലീവ്സ് എങ്ങനെ തന്നെയായിരിക്കും? ലീവ്സ് ഗ്രീൻ ഇല്ല, ലീവ്സ് ഗ്രീൻ കളറിൽ തന്നെയായിരിക്കും. ഫ്ലവർ എങ്ങനെയായിരിക്കും? ഫ്ലവർ ഓൾറെഡി യെല്ലോ കളറാണ്. അപ്പം യെല്ലോ ഫിൽറ്റർ കൂടെ നോക്കുമ്പോൾ ഫ്ലവറും എങ്ങനെയായിരിക്കും വരുന്നത്? യെല്ലോ കളറിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്.
ഇനി ഇൻ വിച്ച് കളർ ലൈറ്റ് വിൽ ദ ഫ്ലവർ പോട്ട് അപ്പിയർ ഡാർക്ക് വെൻ ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് ഗ്രീൻ? ഏത് വർണ്ണപ്രകാശത്തിലാണ് പൂച്ചട്ടി ഇരുണ്ടതായിട്ടും ഇലകളും പൂക്കളും പച്ച നിറത്തിലും കാണപ്പെടുന്നത്? ചട്ടി ഡാർക്ക് കളറിലും അതുപോലെ ഇലകളും പൂക്കളും ഉണ്ടല്ലോ, ഫ്ലവേഴ്സും ലീവ്സും ഗ്രീൻ കളറിലും കാണപ്പെടുന്ന ഏത് വർണ്ണപ്രകാശത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇലകളും പൂക്കളും ഗ്രീൻ കളറിൽ കാണപ്പെടണമെങ്കിൽ ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും, ഇല്ലേ? ഗ്രീൻ ഇല്ല, അവിടെ വരണ ഏതാണ്? ഗ്രീൻ ലൈറ്റ് ഇല്ല, അത് ഓർത്തേച്ചാൽ മതി. ഗ്രീൻ ലൈറ്റ് എന്ന് ഓർത്തേച്ചാൽ മതി. ഇലകളും പൂക്കളും പച്ച നിറത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഗ്രീൻ ആയിരിക്കും കാണപ്പെടുന്നത്. കാരണം യെല്ലോ ഫ്ലവർ അല്ലേ, യെല്ലോ ഫ്ലവറിൽ എന്തുണ്ട്? ഓൾറെഡി ഗ്രീൻ ഉണ്ട്, ഇല്ലേ? യെല്ലോ ഫ്ലവറിൽ ഓൾറെഡി ഗ്രീൻ ഉണ്ട്. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗ്രീൻ ആണ്. അപ്പം ഗ്രീൻ ലൈറ്റ് വരുമ്പോഴാണല്ലോ അതെല്ലാം ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഇസ് ആൻസർ. ഇത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. Next question, we need to reduce carbon footprint to pass on a habitable earth to future generations. Suggest 3 ways to reduce carbon footprint. ഭൂമിയെ വാസയോഗ്യമായി തലമുറകൾക്ക് കൈമാറാൻ കാർബൺ പാദമുദ്ര കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. അപ്പം കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ 3 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇല്ലേ? ഡൊമസ്റ്റിക് എനർജി കൺസപ്ഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സൊസൈറ്റിനൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ല അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ സാധിക്കും. ഏതേലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ ആണ്, അപ്പൊ അത് ഏതേലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് വെർട്ടിക്കലി ആൻ ഒബ്ജക്ട് ഹാവിംഗ് വെയിറ്റ് 400 ന്യൂട്ടൺ ടു ദ പൊസിഷൻ എ? ഇവിടെ ഞാൻ നോക്കിയോട്ടെ, ഇവിടെ ഒരു പൊസിഷൻ എ ഉണ്ട്. അതായത് 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ കണ്ടോ, 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ നമുക്ക് വെർട്ടിക്കലി ഉയർത്തണം. അപ്പോൾ എന്തുമാത്രം അവിടെ വർക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡണ്ണുള്ള ഇക്വേഷൻ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇതാണല്ലോ ഇക്വേഷൻ. അവിടുത്തെ നമുക്കറിയാം എന്തുമാത്രം 400 ന്യൂട്ടൺ ആണ് നമ്മുടെ വെയിറ്റ് വന്നിരിക്കുന്നത്, അല്ലെ? അതെല്ലാം ഫോഴ്സ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണല്ലോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് 400 × 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 അല്ലേ? 1200 ജൂൾ ആണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഡൺ എന്ന് പറഞ്ഞ്. ഇനി ബി പാർട്ട് എന്താണ്? കാൽക്കുലേറ്റ് ദ എഫേർട്ട് റിക്വയർഡ് ടു മൂവ് അനദർ ഒബ്ജക്റ്റ് ഓഫ് ദി സെയിം വെയിറ്റ് ഫ്രം ബി ടു എ അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കണ്ടല്ലോ. അപ്പം ഇതേ ഭാരം 400 ന്യൂട്ടൺ ഭാരമുള്ള മറ്റൊരു വസ്തുവിനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ചെരുവുതലം ഉണ്ടല്ലോ, ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഈ ബിയിൽ നിന്നും എയിലേക്ക് എത്തിക്കാൻ പ്രയോഗിക്കേണ്ടി വരുന്ന യത്നം അല്ലെങ്കിൽ എഫേർട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഫേർട്ടാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ എങ്ങനെ വരും? ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ആ ചെരുവുതലത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ അവിടുത്തെ ഹൈറ്റും, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഫേർട്ട് കണ്ടുപിടിക്കാനുള്ള എഫേർട്ട് ഇ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? എച്ച് ഇൻറ്റു ക്യാപിറ്റൽ അല്ലേ ഡിവൈഡ് ബൈ സ്മോൾ എൽ എന്ന് എടുക്കാം ആണല്ലോ. അപ്പോൾ എത്ര വരും ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇവിടെ 3 തന്നിട്ടുണ്ട്. 3 × എൽ എന്ന് പറയുന്നത് ലോഡ് എത്രയാണ്? 400 അല്ലേ? ലോഡ് എന്ന് പറഞ്ഞാൽ 400 ആണ്. ഡിവൈഡ് ബൈ സ്മോൾ എൽ എത്രയാണ്? 6 അല്ലേ? ചെറുതലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ആണ്. ക്ലിയർ ആയല്ലോ? ക്യാൻസൽ ചെയ്യാം. ഇത് പോയി. അപ്പോൾ എത്ര വരും? 200 എന്ന് വരും. 200 ന്യൂട്ടൺ. ഇനി അടുത്ത് ദ ഹൈറ്റ് ഓഫ് ദി സ്ക്രൂ ഇൻ എ സ്ക്രൂ ജാക്ക് ഈസ് 30 സെന്റിമീറ്റർ. ഒരു സ്ക്രൂ ജാക്കിലെ സ്ക്രൂവിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ്. ദർ ആർ 10 ത്രെഡ്സ് ഇൻ ദ സ്ക്രൂ. ആ സ്ക്രൂവിൽ 10 ത്രെഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് 1 ത്രെഡ് ഈസ് 15 സെന്റിമീറ്റർ. ഒരു ത്രെഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 15 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഹൗ മച്ച് ഈസ് എ പിച്ച് ഓഫ് ദ സ്ക്രൂ? സ്ക്രൂവിന്റെ പിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? സ്ക്രൂവിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ വെഹിക്കിൾ ഓഫ് വെയിറ്റ് 10,000 ന്യൂട്ടൺ ഈസ് ലിഫ്റ്റഡ് യൂസിങ് ദി സ്ക്രൂ ജാക്ക്. കാൽക്കുലേറ്റ് ദ എഫേർട്ട്. ഒരു 10,000 ന്യൂട്ടൺ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തുമാത്രമാണ് അവിടുത്തെ എഫേർട്ടൊന്നും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ തന്നിട്ടുണ്ടല്ലേ? ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ. അപ്പോൾ നമുക്ക് എഴുതാം കേട്ടോ. ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ. ഹൈറ്റ് ഓഫ് ദി സ്ക്രൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ അല്ലേ? 30 സെന്റിമീറ്റർ ആണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിരീഡ എന്ന് പറഞ്ഞിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. പിന്നെ പിരീഡയുടെ നീളം തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി ത്രെഡ് ഇല്ലേ? ലെങ്ത് ഓഫ് ദി ത്രെഡ് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി ത്രെഡ് അല്ലേ? പിരീഡയുടെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ത്രെഡ്സ്. എത്ര ത്രെഡ്സ് ഉണ്ട് അങ്ങനെ? നമ്പർ ഓഫ് ത്രെഡ്സ് ഇല്ലേ? എത്ര ത്രെഡ്സ് ആണുള്ളത്? 10 ത്രെഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിച്ച് കണ്ടുപിടിക്കാമല്ലോ. പിച്ച് അല്ലേ?
പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് ആ ഹൈറ്റ് ഡിവൈഡ് ബൈ എങ്ങനെയാണ് ഹൈറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ്. ആ സ്ക്രൂവിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ് വെച്ച് നമുക്ക് എന്താണ് പിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ലേ. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 സെൻറ്റിമീറ്റർ. പിച്ച് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. പിച്ച് നമ്മളപ്പോൾ കണ്ടുപിടിച്ചു. ഇനി എന്താണുള്ളത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുണ്ടല്ലോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം L/H എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി ത്രെഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പിച്ച് H എന്ന് പറഞ്ഞിരിക്കുന്ന പിച്ചുമാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം എത്രയാണ് വന്നത്? 3 എന്നും വന്നു അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും? 5 വരും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 എന്നും വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ വെഹിക്കിൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തുമാത്രം എഫേർട്ട് അവിടെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ലോഡ് ബൈ എഫേർട്ട് എന്നാണെന്ന് അറിയാം ഇല്ലേ. അപ്പോൾ എഫേർട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫേർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ലോഡ് എത്രയാണ്? 10,000 ഇല്ലേ. 10,000 ആണ് വരുന്നത്. ദെൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയാണ്? 5 വന്നു അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? 2000 എന്ന് വരും. 2000 ന്യൂട്ടൺ. അവിടുത്തെ എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2000 ന്യൂട്ടൺ എന്ന് വന്നു. The next one, 16th one, which is a graphical representation of EMF obtained from the armature when a DC generator works. DC generator വർക്ക് ചെയ്യുമ്പോൾ ആർമേച്ചറിൽ നിന്ന് ലഭിക്കുന്ന EMF ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർമേച്ചറിൽ നിന്ന് ലഭിക്കുന്ന EMF എങ്ങനെയാണ്? അതായത് AC അല്ലേ. ആർമേച്ചർ എപ്പോഴും AC ആണ്. അതിനെ പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ DC ആക്കി വരുന്നത്. അപ്പോൾ ഏതാണ്? ഇതാണ് കേട്ടോ DCയുടെ ആർമേച്ചർ. അതാണ് ഓർക്കണം കേട്ടോ. EMF obtained from the armature. ആർമേച്ചറിൽ കിട്ടുന്ന ഏതാണ്? ഇതാണ് കേട്ടോ. AC ആണ് കിട്ടുന്നത്. അപ്പം ഇതാണ്. ഇനി if the armature of the DC generator is kept stationary and the field magnet is rotated, which will be the graphical representation of EMFs obtained in its external circuit? Justify your answer. ആർമേച്ചർ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് EMF അവിടെ കിട്ടുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്ന EMF എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർമേച്ചർ ശ്രദ്ധിക്കോട്ടെ. ഇവിടെ ആർമേച്ചർ എങ്ങനെയാണ് സ്റ്റേഷനറി ആക്കി വെച്ചിട്ടുണ്ട്. ഫീൽഡ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. DC ജനറേറ്റർ ആണ്. DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ടുണ്ട്. ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം അവിടെ എന്താണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കിട്ടുന്നത്? എന്ത് തന്നെയാണ്? AC തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലാവുന്നില്ല? AC അതായത് ഗ്രാഫ് കിട്ടുന്ന ഏതായിരിക്കും? ആദ്യത്തെ ഗ്രാഫ് A തന്നെയായിരിക്കും. AC തന്നെയായിരിക്കും കിട്ടുന്നത്. അതിന് കാരണം എന്താണ്? നമ്മളിവിടെ ഫീൽഡ് മാഗ്നറ്റ് ഇവിടെ എന്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആർമേച്ചറാണ് സ്റ്റേഷൻ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂട്ടേറ്ററിനുള്ള കമ്മ്യൂട്ടേറ്റർ വഴിയാണല്ലോ AC-നെ DC ആക്കി മാറ്റുന്നത്. അപ്പോൾ ആർമേച്ചർ കറങ്ങിയില്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എങ്ങനെയാണ് കറങ്ങുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് AC തന്നെയായിരിക്കും അവിടെ കിട്ടുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. The next question, an acrylic sheet is kept above the south pole of a magnet. 2 copper rods connected to a battery are placed above the sheet. AB is another copper rod placed above them as shown in the figure. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതെങ്കിലും തരത്തിൽ ചോദിക്കാം കേട്ടോ. When the switch was turned on, AB was seen rolling towards P. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ AB എങ്ങോട്ടാണ്? Pയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. What would have the direction of the current through AB? അപ്പം കറന്റ് AB-യിൽ കൂടെയുള്ള കറന്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ഓർത്തിരിക്കണം. നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്ന. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ് വരുന്നത്. അപ്പം ഇത് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ കൈ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്കായിരിക്കും എയിൽ നിന്നും ബിയിലേക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കേട്ടോ. A to B ആയിരിക്കും കേട്ടോ. A to B അതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സജസ്റ്റ് 2 മെത്തേഡ്സ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് റോളിംഗ്. എൻ്റെ റോളിംഗ് എന്താണ് റിവേഴ്സ് ആക്കാനുള്ള 2 സജഷൻസ് പറയുക. എന്താണ് സജഷൻസ് പറയാനുള്ളത്? ഒന്നുകിൽ കറണ്ട് ഡയറക്ഷൻ മാറ്റുക ഇല്ലേ. എങ്ങനെയായിരിക്കും? ചേഞ്ച് ദ ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി എന്ന് പറയാം ഇല്ലേ. ചേഞ്ച് ദ ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി. ചേഞ്ച് ദ ടെർമിനൽസ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ചേഞ്ച് ദ ടെർമിനൽസ് ഓഫ് ദി ബാറ്ററി. ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താണ്? ചേഞ്ച് ദ പൊളാരിറ്റി ഇല്ലേ. ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദി മാഗ്നറ്റ് എന്ന് പറയാം. ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദി മാഗ്നറ്റ്. പൊളാരിറ്റി ഓഫ് ദി മാഗ്നറ്റ്. ഏത് തരത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക കേട്ടോ. The next question, wave formed in a slingy is shown in the figure. ഒരു സ്ലിംഗിൽ ഉണ്ടായിരിക്കുന്ന വേവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഷോൺ ഇൻ ദ ഫിഗർ ഡസ് ദിസ് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ? ഏത് തരത്തിലുള്ള വേവ് ആണ്, അതിനൊരു മീഡിയം ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് ഏത് തരത്തിലുള്ള വേവ് ആണ്? സ്ലിങ്കിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ, ഇത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇതിനൊരു മീഡിയം ആവശ്യമുണ്ടോ? ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എന്താണ്? മീഡിയം ആവശ്യമുണ്ട് കേട്ടോ. യെസ് എന്ന് പറയാം. വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് വേവ്? ഇതിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. വേവ് ലെങ്ത് പറഞ്ഞാൽ നമുക്കതിനാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ റെയർ ഫ്രാക്ഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാ ഇവിടെയാണ് അല്ലേ? രണ്ട് റെയർ ഫ്രാക്ഷൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 7 അല്ലേ? 7 മീറ്റർ ആണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. 7 മീറ്റർ. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ വേവ് ഷോൺ ദ ഫിഗർ ടേക്സ് 2 seconds ടു റീച്ച് ബി ഫ്രം എ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ്. എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ വേണ്ടി ഈ വേവ് എങ്ങനെയാണ്? 2 സെക്കൻഡ്. എയിൽ നിന്നും ബിയിലെത്താൻ 2 സെക്കൻഡ് സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പം സമയം ഇവിടെ തന്നിട്ടുണ്ട്. ടി = 2 സെക്കൻഡ് ആണ്. ലാംഡ നമുക്കറിയാം എത്രയാണ്? 7 മീറ്റർ ആണ്. അപ്പൊ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ വി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാണ്? v = f ലാംഡ അറിയാം അല്ലേ? പക്ഷെ എഫ് അറിയാവോ? എഫ് ഇല്ല, ഇവിടെ ഇല്ല. എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ആണല്ലേ? ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയാണ്? f = n/t. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമല്ലോ. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ്. ഇവിടെ എത്ര വൈബ്രേഷൻ ആണുള്ളത്? ഇതാ നോക്കി, ഇതൊരു കംപ്രഷൻ ആണ്, ഇതൊരു കംപ്രഷൻ ആണ്, ഇതൊരു കംപ്രഷൻ ആണ് അല്ലേ? അപ്പോൾ റെയർ ഫ്രാക്ഷനും 3 എണ്ണം ഉണ്ട്. അപ്പൊ എത്രയാണ്? n എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എത്രയാണ്? 3 ആണ് വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. f = n 3 ആണ്, സമയം 2 ആണ്. അപ്പൊ എത്ര വരും? 1.5 ഇല്ലേ? 1.5 ഹെർട്സ് എന്നാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുന്നത്. ഇക്വേഷൻ v = f ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1.5 ആണ്. ലാംഡ എത്രയാണ്? 7 ആണ് വരുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ആൻസർ 10.5 എന്ന് വരും കേട്ടോ. 10.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ കിട്ടി. എന്താണ് കിട്ടിയത്? സ്പീഡല്ലേ ചോദിച്ചത്. അപ്പൊ സ്പീഡ് v = 10 കേട്ടോ. 10.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആൻസർ വരുന്നത്. റിസൾട്ട് എടുത്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 2 വേവ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ആണ്. വിച്ച് ഈസ് എ വേവ് വിത്ത് ലോവർ ആംപ്ലിറ്റ്യൂഡ്. ലോവർ ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവ് കാണുമ്പോൾ അറിയാം അല്ലേ? ഇവിടെ 0.03 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ 0.1 ആണ് വന്നത്. അപ്പോൾ ഏതാണ് ലോവർ ആംപ്ലിറ്റ്യൂഡ്? ബി ആണ്. രണ്ടാമത്തെ വേവിനാണ് ലോവർ ആംപ്ലിറ്റ്യൂഡ്. ബോത്ത് ദ വേവ്സ് എ ആൻഡ് ബി ടേക്സ് 12 seconds ടു റീച്ച് ക്യൂ ഫ്രം പി. പിയിൽ നിന്നും ക്യൂവിൽ എത്താൻ വേണ്ടി 12 സെക്കൻഡ് 2 വേവ് എടുക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് കമ്പയർ ദ ഫ്രീക്വൻസി ഓഫ് ബോത്ത് വേവ്സ്. 2 വേവ്സിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനും അതുപോലെ കമ്പയർ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടിന്റെ എന്താണ്? നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? f = n/t എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സമയം ഓൾറെഡി അറിയാം. സമയം എന്ന് വെച്ചാൽ എത്രയാണ്? ടി ഇവിടെ 12 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് വൈബ്രേഷൻ. ഇപ്പം ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. എഫ് എയുടെ കണ്ടുപിടിക്കാം. എഫ് എന്റെ കേസിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടം വരെ 1 വന്നു, ഇവിടെ തൊട്ട് ഇവിടം വരെ 2 വന്നു, ഇവിടെ തൊട്ട് 3 വന്നു അല്ലേ? അപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 3 ആണ് വരുന്നത്. സമയം എത്രയാണ്? 12 സെക്കൻഡും ആണ് വരുന്നത്. അപ്പോൾ 3/12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1/4 വരും. അതായത് 0.25 അല്ലേ? 0.25 ഹെർട്സ് എന്നാണ് ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി. ഇനി അതുപോലെ രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി എത്ര വരും? ഇതേ ഇക്വേഷൻ തന്നെ അല്ലേ? n/t ആണ്. രണ്ടാമത്തെ വേവിന് എത്രയാണ് നമ്പർ ഓഫ് വൈബ്രേഷൻ? 1, 2, 3, 4 ഉണ്ട് അല്ലേ? n 4 ആണ്. 4/12 വരും അല്ലേ? അപ്പോൾ അത് വരും 1/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് വരുമ്പോൾ എത്രയാണ്? 0.33 ഇല്ലേ? 0.33 ഹെർട്സ് എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി 0.33 ഹെർട്സ് ആണ്. ഇനി കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? ഏതിനാണ് ഫ്രീക്വൻസി കൂടുതൽ? ഫ്രീക്വൻസി കൂടുതൽ ബിക്കാണ് അല്ലേ? ഫ്രീക്വൻസി ഓഫ് വേവ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ഓഫ് വേവ് എ. മനസ്സിലല്ലേ? ബിക്കാണ് അവിടെ ഫ്രീക്വൻസി കൂടുതൽ. ഇനി കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. രണ്ടിൻ്റെയും സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബി ആണ് ചെയ്ത്. രണ്ടിൻ്റെയും സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. v = എങ്ങനെയാണ്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ച് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, ടൈം വെച്ച് കണ്ടുപിടിക്കാം. അപ്പം സ്പീഡ് ഓഫ് എ എത്ര വരും? ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 12 ആണ് വന്നിരിക്കുന്നത്. ദെൻ സമയം എത്രയാണ്? 12 സെക്കൻഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആദ്യത്തേൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേൻ്റെ സ്പീഡ് എത്രയാണ് വരുന്നത്? ഡിസ്റ്റൻസ് ഇവിടെ 24 മീറ്റർ ആണ്. 24 ആണ് ബൈ സമയം 12 തന്നെയാണ് അല്ലേ? അപ്പോൾ എത്ര വരും? 2 എന്ന് വരും. 2 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സിമ്പിൾ ആണല്ലോ. ഒന്ന് ആലോചിച്ചാൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കാണുമ്പോൾ അറിയാം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എല്ലാത്തിനും ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എല്ലാം നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ നിങ്ങൾ എടുക്കുക, ഓരോ ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റിൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞ് അത് മാത്രം തന്നെയാണെങ്കിലും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് ഇനി മുന്നോട്ട് പഠിക്കുക കേട്ടോ പബ്ലിക് എക്സാമിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം എഴുതിയെടുക്കുക. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്